അവർ ഇല്ലാതെ നിങ്ങൾ എത്ര സന്തോഷവാനാണെന്ന് കാണുമ്പോഴാണ് ആളുകൾ നിങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയതിൽ വിഷമിക്കാൻ തുടങ്ങുന്നത്. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ്. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ട് തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക. കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക. ജീവിത വഴിയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒരു ഭാരമായി മാറുന്നു. ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല. ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദിയുണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്കും ഒരു കൈത്താങ്ങ് നൽകുക. ഒരുപക്ഷേ ഈ ജീവിതയാത്രയിൽ അവരൊക്കെയാവാം നമ്മുടെ വെളിച്ചം. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകൾ മാത്രമായിരിക്കും. പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകളാവാം, സ്വപ്നങ്ങളാവാം. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയത് എന്താണോ അത് തന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആകണമെന്നില്ല. കാരണം എല്ലാവരും നന്നായി അഭിനയിക്കാൻ അറിയുന്നവരാണ്. യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അവർക്ക് നമ്മൾ ഒഴിഞ്ഞുകൊടുക്കാൻ സമയമായി എന്ന്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഏറ്റവും ശക്തരും വിജയികളുമായ വ്യക്തികൾക്ക് ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ രണ്ട് അവസരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. ഒന്നുകിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പരാജയപ്പെട്ട് പോരാട്ടം അവസാനിപ്പിക്കുക. ഇതിൽ ആദ്യത്തേതായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യം അറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക.